പുരാണങ്ങളിൽ ഓരോ 4-ാമത്തെ പേജിലും ദേവന്മാർക്ക് ശാപം കിട്ടുന്നത് കാണാം. ദേവന്മാരാണെങ്കിലും അവർ പരിശുദ്ധരാണെന്ന് കാണിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അവതാരങ്ങൾ പോയി അവിടെ ഇരുന്നിരുന്ന ഏതെങ്കിലും ഒരു ഋഷിയെ ശല്യം ചെയ്യുന്നു. ഋഷി ചോദിക്കുന്നു, എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നതെന്ന്. 200 വർഷം അലഞ്ഞുതിരിയുന്നു. ഇപ്പോൾ അവതാരങ്ങൾ അലഞ്ഞുതിരിയുകയാണ്. ഹനുമാൻ സഞ്ജീവനി കൊണ്ടുവരാൻ പോകുന്നു. അത് എവിടെയാണെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. അദ്ദേഹത്തിനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? എല്ലാം കൂടി അങ്ങ് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം കരുതുന്നു. എന്തുതന്നെയായാലും അവിടെയുള്ള വൈദ്യൻ അത് നോക്കിക്കൊള്ളുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അദ്ദേഹം പോകുമ്പോൾ താഴെ നിന്ന് ഭരതൻ കാണുന്നു. നോക്കൂ, തിളങ്ങുന്ന വലിയൊരു പാറക്കല്ലുമായി ആരോ പോകുന്നു. ഇത് തീർച്ചയായും ഒരു രാക്ഷസനായിരിക്കും. അവൻ ലങ്കയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും കൊല്ലാൻ പോകുന്നവനായിരിക്കും. അവന്റെ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ തീർക്കാമെന്ന് പറഞ്ഞ് ഭരതൻ അമ്പെയ്യുന്നു. ഓരോ കഥാപാത്രവും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും തെറ്റുകൾ ചെയ്യുന്നു. കൈകേയി തെറ്റ് ചെയ്യുന്നു. ദശരഥൻ തെറ്റ് ചെയ്യുന്നു. സഹോദര, ആ തെറ്റുകൾ യാദൃശ്ചികമല്ല. ആ തെറ്റുകൾ സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ രാമൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകൂ. അപ്പോഴാണ് അദ്ദേഹം എന്നെപ്പോലെ തന്നെയാണെങ്കിലും മഹാനാണെന്ന് നിങ്ങൾ പറയുക. എങ്കിൽ എനിക്കും മഹാനാകാൻ കഴിയൂ. എന്തിനാണ് മറച്ചു വെക്കുന്നത്? മനുഷ്യൻ ഇങ്ങനെയാണ്. എന്തിനൊളിക്കണം? ഒളിച്ചു വെക്കുന്നത് ഒരു ചതിയായിരിക്കും. അതിനാൽ അവർ ഒന്നും ഒളിച്ചു വെച്ചില്ല. ഒരു കുറവോ പോരായ്മയോ ഇല്ലാത്ത ഒരു അവതാരത്തെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് അവതാരമേ അല്ല. മനുഷ്യത്വപരമായ വശങ്ങൾ കാണിച്ചില്ലെങ്കിൽ അവതാരങ്ങളുടെ ആ പ്രക്രിയ തന്നെ തടസ്സപ്പെടും.